ഇസ്രായേലിന്റെ തന്നെ ഏറ്റവും പുതിയ അവലോകനങ്ങളിൽ വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ യുദ്ധം തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയല്ല നടക്കുന്നത്. അതായത് കരയുദ്ധത്തിൽ വിചാരിക്കുന്നതൊന്നും നേടാൻ സാധിക്കുന്നില്ല. ഇതുവരെ ഇത്രയും നാൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം, കരയുദ്ധം ഇസ്രായേൽ നടത്തിയിട്ടില്ല. ഒരു ഘട്ടത്തിലും ഇസ്രായേൽ സൈന്യം ഇതുപോലെ ചരിത്രത്തിൽ തിരിച്ചടികൾ നേരിട്ടിട്ടില്ല. അതാണ് ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റിൽ ഉൾപ്പെടെ നടക്കുന്ന വിലയിരുത്തലുകൾ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലിന്റെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ചില വാക്കുകൾ. അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ സൈന്യം അകപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ ലക്ഷ്യബോധമില്ലാതെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇസ്രായേൽ സൈന്യം എന്നാണ്. ശരിയല്ലേ? കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇസ്രായേൽ സൈന്യം 2-2.5 മാസമായി, 73-74 ദിവസമായി ഇസ്രായേൽ സൈന്യം ഹമാസിനെ തീർക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും ഇതുവരെ ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് ഒടുവിൽ മൊസാദ് ഇപ്പോ ഖത്തറുമായി ചർച്ച നടത്തി ഹമാസിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.